പുറത്തുനിന്നുള്ളവരാണോ നേരത്തെ വന്നത്? പുറത്തുനിന്നുള്ളവര് അല്ല, പുറത്തുനിന്നുള്ളവർ വന്നിട്ടില്ല. സ്കൂളിലെ +2 വിദ്യാർത്ഥികൾ തന്നെയാണ് ഉണ്ടായത്. +2 വിദ്യാർത്ഥികൾ നമ്മൾ അപ്പുറം വർദ്ധിക്കുകയും ചെയ്തത് പാർലമെന്റിനുള്ളിൽ വെച്ചിട്ട്. തോക്കും ഉറപ്പായാലോ അവരിങ്ങനെ മൂന്നാം കട ലോക്കല് തറയെടുത്തിട്ട് ഇല്ലാണ്ടായി. ഇലക്ഷൻ റദ്ദാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇലക്ഷൻ നിർത്തിവെച്ചിട്ടുള്ളൂ. ഇപ്പൊ ഇലക്ഷൻ ഇല്ലാന്ന് പറഞ്ഞു. നമുക്ക് ലീഡ്, നമുക്ക് ശരിക്കും 10 സീറ്റൊന്നും ഉറപ്പുണ്ട്. നമുക്കും അറിയാം, അവർക്കും അറിയാതെ. അതുകൊണ്ട് മനഃപൂർവ്വം അവരെന്താണ് ഇല്ലാണ്ടാക്കിയതാണ്. SFIന്റെ സെറ്റുകൾ ചെയ്ത് കണ്ട അടിച്ച് ഇല്ലാണ്ടാക്കി. എന്താണ് നിങ്ങൾക്ക് ലീഡ് ഉണ്ടായതാണോ? അങ്ങനെ എന്താണ്? നമ്മൾ ജയിക്കുന്ന അവർക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ 10 സീറ്റ് ഇടുന്ന അവർക്ക് അറിയാം. അതുകൊണ്ടാണ് നമ്മളെ ഇലക്ഷൻ നിർത്തിവെക്കാൻ വേണ്ടി കരുതിക്കൂട്ടി മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത്. 10ാം ക്ലാസ്സിലെ പിഞ്ച് മക്കളെ വരെ അവരിപ്പോ അടിച്ചില്ലാണ്ടാക്കി. 10ാം ക്ലാസ്സിലെ മക്കളെ വരെ ഒരാവശ്യമില്ല. SFI സംഘടന വന്നിട്ട് അടിച്ചിന്. നമ്മളാടുന്ന് പ്രകടനം വിളിക്കുന്നു. ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ പുറത്തുനിന്നുള്ളവരാണോ? എങ്ങനെയാണ്? പുറത്തുനിന്ന് ജയിക്കൂന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രം ഇവരിങ്ങനെ ചൊറയാക്കുന്നു. ഇല്ല, റദ്ദാക്കി. ഇലക്ഷൻ റദ്ദാക്കി. 10 മേജർ സീറ്റിന്റെ നോമിനേഷൻ നമ്മൾ കൊടുത്തിട്ടാണ് അവർ ഇലക്ഷൻ റദ്ദാക്കുക. നമ്മൾ ജയിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ട് മാത്രം ഭൂരിപക്ഷം നമുക്കാണ് സ്കൂൾ വൈസ്. അത് ഉറപ്പുള്ള എല്ലാ കൊല്ലം വരെ പണിയാണ് ഇങ്ങനെ നിർത്തക്കലും അടിക്കലും ഇതാക്കലും.